നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നും സംഘം നഗരസഭയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. വെളപ്പായ കനാൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നും സംഘം നഗരസഭയിലെത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ നരസിംഹ പ്രസാദ്, രാജമുദ്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ വിനുതന, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷക്കീർ ഹുസൈൻ, കമ്മീഷണർ ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ കൺസൾട്ടന്റ് P. സുനന്ദ, സ്വപ്നിക എന്നിവർ അടങ്ങിയ 5-അംഗ സംഘമാണ് വടക്കാഞ്ചേരിയിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റായ ഡീവാട്ടർഡ് കമ്പോസ്റ്റ് പ്ലാന്റ് മാതൃക നേരിട്ടറിയാൻ എത്തിയത്. കേരളത്തിലെ മികച്ച ജൈവമാലിന്യ സംസ്കരണ രീതികൾ കണ്ടുപഠിക്കുന്നതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഡീവാട്ടർഡ് കമ്പോസ്റ്റ് പ്ലാന്റ് ഇവർ സന്ദർശിച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തനം വളരെ മികച്ചതും പ്രകൃതി സൗഹൃദപരമായി ഉപയോഗരീതിയും ആയതിനാൽ ഈ പ്ലാന്റ് ഒരു മാതൃകാ പദ്ധതിയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദീഖുൾ അക്ബർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ അഞ്ജലി K. ഉല്ലാസ് തുടങ്ങിയവർ പ്ലാന്റിനെ കുറിച്ച് വിവരങ്ങൾ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്നും അത് നേതൃത്വം അംഗീകരിച്ചെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറ്റു പാർട്ടികൾക്ക് അത്തരമൊരാവശ്യം മുന്നോട്ട് വയ്ക്കാൻ അർഹതയില്ലെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. ആരോപണ വിധേയരെ CPM ചെയ്യുന്നതുപോലെ സംരക്ഷിച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ നിർവീര്യമാക്കാനാകില്ലെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ താൻ ബീഹാറിലേക്ക് ഒളിച്ചോടി എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ബീഹാറിൽ കോൺഗ്രസ് നടത്തിവരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഗൗരവം അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ. ആ യാത്രയിൽ ഭാഗമാകുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണ്. ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമായതിനാലാണ് പാർലമെന്ററി സമ്മേളനം കഴിഞ്ഞയുടൻ അങ്ങോട്ട് തിരിച്ചത്. തിരികെ വന്നയുടൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നു. ബീഹാറിലേക്ക് മുങ്ങിയെന്ന് പറയുന്നത് ശരിയാണോ എന്ന് മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വെളപ്പായ കനാൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വെളപ്പായ കനാൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വെളപ്പായ മുന്നന്നൂർ കൊച്ചുഗോപിയാണ് മരിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മഴ കനക്കുന്നതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി തൃശൂർ റൂറൽ പോലീസ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ വലപ്പാട് ചോഴിപ്പറമ്പിൽ വീട്ടിൽ രാഹുൽ, തിരുപഴഞ്ചേരി മനക്കാട്ടുപടി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ, മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട പനങ്ങാട് ആമണ്ടൂർ വൈപ്പിൻപാടത്ത് വീട്ടിൽ ഫൈസൽ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഏറിയാട് പഴുവത്തുരുത്തി വീട്ടിൽ ചിപ്പൻ എന്ന് വിളിക്കുന്ന ഫഹദ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്.
KSRTC ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് നൽകുമെന്ന് മന്ത്രി KB ഗണേഷ്. KSRTC ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 1-ാം തീയതി ശമ്പളം നൽകി തുടങ്ങിയതോടെ ജീവനക്കാരുടെ പ്രവർത്തന മികവ് വർദ്ധിച്ചിട്ടുണ്ട്. 150 പുതിയ ബസ്സുകൾ കൂടി നിരത്തിലിറങ്ങിയതോടെ പ്രതിദിന വരുമാനത്തിൽ 50 ലക്ഷം രൂപയുടെ വർധനവുണ്ടായി. 2024 ആഗസ്റ്റ് 18 KSRTCയുടെ പ്രതിദിന നഷ്ടം 90 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഈ വർഷം അതേ ദിവസത്തെ നഷ്ടം 10 ലക്ഷമായി കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച് ആക്രമിച്ച പ്രതി പിടിയിൽ. കരൂപ്പടന്ന സ്വദേശി വാക്കാട്ട് വീട്ടിൽ വിനീഷ്. കരൂപ്പടന്ന സ്കൂളിൽ നിന്നും 7 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി വന്ന സമയം സ്കൂളിന് മുൻവശം റോഡിലൂടെ ഒരാൾ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ അതിവേഗത്തിൽ ഓടിച്ചു വരുന്നത് കണ്ട് പതുക്കെ പോകാൻ പറയുകയും ബുള്ളറ്റ് നിർത്തി വിനീഷിന്റെ അടുത്തേക്ക് വന്ന പ്രതി വിനീഷുമായി തർക്കത്തിലേർപ്പെട്ട് തുടർന്നുള്ള വൈരാഗ്യത്താൽ വിനീഷിനെ ഹെൽമറ്റ് കൊണ്ട് മുഖത്തടിച്ചും മറ്റും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് വിനീഷിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിലെ പ്രതിയായ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി കൈമപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തെരുവുനായ വിഷയത്തിൽ ഉത്തരവ് തിരുത്തി സുപ്രീം കോടതി. തെരുവുനായകളെ പിടികൂടി വന്ധീകരിച്ച് പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നൽകി അതേ സ്ഥലത്ത് തിരികെ വിടണമെന്ന് സുപ്രീം കോടതി. ഡൽഹി രാജതലസ്ഥാന മേഖലയിൽ തെരുവുനായകളെ ഷെൽട്ടർ ഹോമിലെ അടയ്ക്കണമെന്ന 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് തിരുത്തിയത്. ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പേവിഷബാധയുള്ളതും സംശയിക്കുന്നതും ആക്രമണകാരികളുമായ നായകളെ മാത്രം പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റിയാൽ മതി. ABC ചട്ടപ്രകാരം നായകളെ പിടികൂടുന്നത് തടയുന്ന മൃഗസ്നേഹികൾ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി ആവർത്തിച്ചു. അതേസമയം നായകൾക്ക് തെരുവുകളിലും പൊതുസ്ഥലത്തും ഭക്ഷണം നൽകുന്നത് കോടതി വിലക്കി. സാധാരണക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഒരു സാഹചര്യത്തിലും തെരുവുകളിൽ നായകൾക്ക് ഭക്ഷണം നൽകരുത്. ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മലയാളികൾക്കായി വിപുല യാത്രാ സൗകര്യങ്ങളൊരുക്കി ഇന്ത്യൻ റെയിൽവേ. ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മലയാളികൾക്കായി വിപുലമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ റെയിൽവേ. ജൂലൈ മുതൽ തന്നെ സർവീസ് ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനുകളടക്കം 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഇതുവരെ പ്രഖ്യാപിച്ചതെന്ന് ദക്ഷിണ റെയിൽവേ വക്താവ് അറിയിച്ചു. ചെന്നൈയിൽ നിന്ന് 6 സർവീസുകളും മംഗളൂരുവിലേക്ക് 22 സർവീസുകളും ബംഗളൂരുവിലേക്ക് 18 സർവീസുകളും വേളാങ്കണ്ണിയിലേക്ക് 10 സർവീസുകളും പാറ്റ്നയിലേക്ക് 36 സർവീസുകളും ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ടെന്ന് അറിയിപ്പ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം, പ്രതി പിടിയിൽ. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിച്ച സംഭവത്തിന് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ പാലക്കൽ പാലിശ്ശേരി സ്വദേശി കോലത്തുവളപ്പിൽ വീട്ടിൽ ശ്രീഹരി എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി നഗരസഭയിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നും സംഘം നഗരസഭയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. വെളപ്പായ കനാൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.